വെൽക്കം ടു ടീച്ചേഴ്സ് അക്കാഡമി. അപ്പോൾ നമ്മളെ കേട്ടിട്ട് ഇങ്ങനെ അടുത്ത് നമ്മുടെ അത്രയും അറ്റത്തെത്തിയിട്ടുണ്ടല്ലേ. നമ്മുടെ ഈ അടുത്ത വരുന്ന ഞായറാഴ്ചയും ശനിയാഴ്ചയും നമുക്ക് കേട്ടിട്ട് പരീക്ഷ വരുന്നത്. അപ്പോൾ എല്ലാവരും അവസാനത്തെ പ്രിപ്പറേഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. റിവിഷൻ ടോപ്പിക്സ് ഏതൊക്കെയാണ് മാറ്റി വെച്ച ടോപ്പിക്സ് ഒക്കെ എടുത്തുനിന്ന് പൊടി തട്ടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായി പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടും ഉപരി ഇനി ഈ പഠിച്ച് വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാനുള്ള സമയമാണ്. ഇനി ഒന്നും പുതിയതായിട്ട് പഠിക്കാൻ നമുക്ക് ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം നല്ലോണം പോലെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആ റിവിഷന് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന രീതിയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നവംബറത്തെ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ജൂണിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ബയോളജിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ. ജൂണിലെ കേട്ടിട്ടെന്ന് പറയുന്നത് കാറ്റഗറി 2 ബയോളജി ക്വസ്റ്റ്യൻസ് ഒരുവിധം നല്ല രീതിയിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു ആ ഒരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വീഡിയോ മറക്കാതെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ദ ടിഷ്യൂ ദാറ്റ് സറൗണ്ട്സ് ആൻഡ് നറിഷസ് ദ എംബ്രിയോ ഇൻ ദ സീഡ്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നോക്കിക്കേ, പൂവിടുന്ന ചെടികളിൽ ഭ്രൂണത്തെ വലയം ചെയ്യുന്ന പോഷണം പ്രദാനം ചെയ്യുന്ന കല ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ചെടിയിൽ അല്ലെങ്കിൽ ഒരു സീഡിനെ അതിന് പോഷണം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ എംബ്രിയോന് ആ ഒരു ഭ്രൂണത്തിന് പോഷകങ്ങളും ന്യൂട്രിയൻസും എല്ലാം കൊടുക്കുന്ന ഏത് ഭാഗമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കോട്ടിലിഡൻ ഉണ്ട്, എപ്പികോട്ടിൽ ഉണ്ട്, എൻഡോസ്പേം ഉണ്ട്, പെരികാർപ്പ് ഉണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ഓരോന്നും എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓപ്ഷൻസ് ഓരോന്നും എന്താണെന്ന് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കാം. നോക്കിയാലോ? ഒന്നാമതാണ് എന്താണ് ഒരു കോട്ടിലിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് ലീഫ് ഓർ സെറ്റ് ഓഫ് ലീവ്സ് ഡെവലപ്ഡ് ഫ്രം ദി എംബ്രിയോ വിത്തിൻ എ സീഡ്. ഇപ്പോൾ ഇതൊരു സീഡ് ആണെങ്കിൽ ആ സീഡ് ഇരിക്കുന്ന സമയത്ത് തന്നെ അതിനകത്ത് നിന്ന് ഫസ്റ്റ് വരുന്ന ആ ലീഫ് പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലീവ്സ് ഡെവലപ്ഡ് ബൈ ദ എംബ്രിയോ വിത്തിൻ എ സീഡ് ഓഫൺ റിഫേർഡ് ടു ആസ് സീഡ് ലീവ്സ് ദേ പ്രൊവൈഡ് ഇനീഷ്യൽ നറിഷ്മെന്റ് ടു ദി ഡെവലപ്പിംഗ് സീഡിൽ. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സീഡിൽ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഇലകളെ സീഡ് ലീഫ് എന്ന് വിളിക്കും. അവയെ നമ്മൾ എന്ത് വിളിക്കുക? കോട്ടിലിഡനുകൾ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, വിത്തിനുള്ളിലെ ഭ്രൂണം വികസിപ്പിച്ചെടുക്കുന്ന ആദ്യത്തെ ഇല അല്ലെങ്കിൽ ഇലകളുടെ ഒരു കൂട്ടം പലപ്പോഴും വിത്തിലകൾ എന്ന് വിളിക്കപ്പെടുന്നു. അവ വികസിച്ചുകൊണ്ടിരിക്കുന്ന തൈകൾക്ക് പ്രാരംഭ പോഷണം നൽകുന്നു. അപ്പൊ പ്രാരംഭത്തിലുള്ള നറിഷ്മെന്റ്സ് എല്ലാം കൊടുക്കുന്നത് ആരാണ്? കോട്ടിലിഡനുകളാണ്. നെക്സ്റ്റ് നോക്കിക്കേ, എപ്പികോട്ടിൽ. എന്താണ് എപ്പികോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബീജപത്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥാനത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഭ്രൂണത്തിന്റെ തൈത്തണ്ടിന്റെ ഭാഗമാണ് എന്ത്? എപ്പികോട്ടിൽ എന്ന് പറയുന്നത്. ഇത് ഒടുവിൽ ചെടിയുടെ ഇലകളായും മുകളിലെ തണ്ടായും വികസിക്കുന്നു. അപ്പൊ ഈ ഒരു കോട്ടിലിഡൻസിന്റെ നേരെ മുകളിലായി ദ റീജിയൻ ഓഫ് എൻ എംബ്രിയോ സീഡ്ലിംഗ് സ്റ്റെം ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് എബവ് ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് കോട്ടിലിഡൻ. അപ്പൊ ഇതിപ്പോ ഒരു സീഡ് ആണെങ്കിൽ ഈ സീഡിന്റെ ഇവിടെയാണ് നമുക്ക് കോട്ടിലിഡൻസ് വരുന്നതെന്ന് വിചാരിക്കുക. അതിന് നേരെ മുകളിലായിട്ട് കാണപ്പെടുന്നവയായിരിക്കും എന്ത്? എപ്പികോട്ടിലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അവരെന്താ ചെയ്യുന്നത്? ഇറ്റ് ഇവൻച്വലി ഡെവലപ്പ് ദ പ്ലാന്റ്സ് ലീവ്സ് ആൻഡ് അപ്പർ സ്റ്റെം. ഈ ഒരു ചെറിയ വരുന്ന എപ്പികോട്ടിലുകളാണ് പിന്നെ ആ ഒരു ചെടിയുടെ ഇലകളായിട്ടും സ്റ്റെം ആയിട്ടും അതായത് തണ്ടായിട്ടൊക്കെ മാറുന്നത് എന്താണ്? ഈ എപ്പികോട്ടിൽ എന്ന് പറയുന്ന റീജൻ ആണ്. നെക്സ്റ്റ് എന്തായിരുന്നു ഓപ്ഷൻ? എൻഡോസ്പേം എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വന്നത്. A specialized tissue produced inside the seed of most flowering plants following fertilization. അപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം ഒരു സീഡിന്റെ ഉള്ളിൽ ഒരു ടിഷ്യൂ സെൽസ്, ഒരു സീഡിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ടിഷ്യൂ സെല്ലാണ് എന്തെന്ന് പറയുന്നത്? എൻഡോസ്പേം എന്ന് പറയുന്നത്. It surround the embryo and provide nutrition in the form of starch, though it can also contain oils and protein. അപ്പൊ ഈ എൻഡോസ്പേമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡിനുള്ളിൽ കാണപ്പെടുന്ന ഈ ഒരു ടിഷ്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ആ സീഡിന് ആവശ്യമായ എല്ലാ ഊർജവും എല്ലാം കൊടുക്കുന്നത് ഏതൊരു ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഏത് ഫോർമാറ്റിലായിരിക്കും? സ്റ്റാർച്ച് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. അപ്പൊ സ്റ്റാർച്ച് എന്ന ഫോർമാറ്റിൽ ഇവർക്ക് ആവശ്യമായ എനർജി കൊടുക്കുന്നത് ആരാണ്? എൻഡോസ്പേം ആണ്.
നോക്കിക്കേ, ബീജസങ്കലനം ഫെർട്ടിലൈസേഷന് ശേഷം മിക്ക പൂച്ചെടികളിലും വിത്തുകൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക കല അഥവാ ടിഷ്യൂ ആണ് എന്ത്? എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇത് ഭ്രൂണത്തെ ചുറ്റിപ്പറ്റിയും അന്നജത്തിന്റെ രൂപത്തിൽ പോഷണം നൽകുകയും എന്നിരുന്നാലും അതിൽ എണ്ണകളും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അന്നജം അഥവാ സ്റ്റാർച്ച് എന്ന രൂപത്തിലാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്? ഇവർക്ക് ആവശ്യമായ ന്യൂട്രിയൻസിനെല്ലാം സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതാണ് ആരെ പണി? എൻഡോസ്പേമിന്റെ പണി. അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ ഓപ്ഷൻ ആണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. ദ പാർട്ട് ഓഫ് എ ഫ്രൂട്ട് ദാറ്റ് ഡെവലപ്സ് ഫ്രം ദി വോൾ ഓഫ് എ റൈപ്പൺഡ് ഓവറി. പഴുത്ത അണ്ടാശയത്തിന്റെ ഭിത്തിയിൽ നിന്ന് വികസിക്കുന്ന ഒരു പഴത്തിന്റെ ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെരികാർപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പഴുത്തിരിക്കുന്ന ഒരു ഫ്രൂട്ടിന്റെ അതിന്റെ വോൾ, അതിന്റെ സെൽ വോളിൽ നിന്ന് വളരുന്ന ഒരു ഭാഗമാണ് എന്ത്? എൻഡോകാർപ്പ് അഥവാ പെരികാർപ്പ് എന്ന് പറയുന്നത്. അതിന് 3 ലെയറുകളാണ് പ്രധാനമായിട്ടുള്ളത്. എക്സോകാർപ്പ് പുറത്ത് കാണപ്പെടുന്ന സ്കിന്ന്, മീസോകാർപ്പ് എന്ന് പറയുന്നത് ഉള്ളിൽ കാണപ്പെടുന്ന ഫ്ലഷ്, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടിന്റെ ഭാഗം, എൻഡോകാർപ്പ് എന്ന് പറയുന്നത് ഉള്ളിൽ നമ്മുടെ ഇന്നർ ലെയർ ഓഫ് സറൗണ്ടിങ് ദ സീഡ്. ഇപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു സീഡ് എങ്കിൽ ആ സീഡിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ലെയർ ഇങ്ങനെ ഉണ്ടാവും. ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ആ എൻഡോകാർപ്പിന് മുകളിൽ നമ്മൾ തിന്നുന്ന ഒരു ഭാഗമുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്ന ഭാഗം. ആ കഴിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? മീസോകാർപ്പ് എന്ന് പറയുന്നത്. മീസോകാർപ്പ്. പിന്നെ ഏറ്റവും പുറമേ ഉണ്ടാവുന്ന ഭാഗമാണ് എന്ത്? നമ്മുടെ എക്സോകാർപ്പ് എന്ന് പറയുന്നത്. എക്സോകാർപ്പ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് പെരികാർപ്പിന്റെ ഡെഫിനേഷൻ. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുണ്ടായത്. കോട്ടിലിഡൻ ഉണ്ടായിരുന്നു, അതുപോലെ എപ്പികോട്ടൽ ഉണ്ടായിരുന്നു, എൻഡോസ്പേം ഉണ്ട്, പെരികാർപ്പ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ചോദ്യം എന്താണ്? ദ ടിഷ്യൂ ദാറ്റ് സറൗണ്ട്സ് ആൻഡ് നറിഷസ് ദ എംബ്രിയോ ഇൻ ദി സീഡ്. ആ ഒരു സീഡിന് ആദ്യമായി കൊടുക്കുന്ന എല്ലാ നറിഷ്മെന്റും കൊടുക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിപ്പോ ഇത്രയും ഉത്തരങ്ങൾ കേട്ടതോടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏതാണ് ഓപ്ഷൻ. ഏതാണ് ഓപ്ഷൻ വരിക? കോട്ടിലിഡൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ആദ്യം ഇത് ഓരോന്നും എന്താണ് നമ്മളെ മനസ്സിൽ കൃത്യമായ ഒരു ഐഡിയ വേണം. കോട്ടിലിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്തിന് പുറമേ വരുന്ന ആദ്യത്തെ വിത്തിന്റെ ഇലകൾ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഇലകളെ പറയുന്ന പേരാണ് എന്ത്? കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ചില ചെടികളിൽ അത് ഒരൊറ്റ വിത്തായിരിക്കും, അത് മോണോകോട്ടിലിഡൻ ആയിരിക്കും, ചിലതിൽ അത് ഡൈകോട്ടിലിഡൻ ആയിരിക്കും. ഇനി ആ കോട്ടിലിഡന്റെ തൊട്ട് മുകളിൽ കാണപ്പെടുന്ന ഇലകളെ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പികോട്ടൽ എന്ന് പറയുന്നത്. എൻഡോസ്പേം എന്ന് പറയുന്നത് ഈ ചെടിക്ക് ഒരു വിത്തിന് ആവശ്യമായ എല്ലാ നറിഷ്മെന്റ്സും വിത്തിന്റെ ഉള്ളിൽ ഇരുന്ന് കൊടുക്കുന്നതാണ് എന്ത്? എൻഡോസ്പേം എന്ന് പറയുന്നത്. പെരികാർപ്പ് എന്ന് പറയുന്നത് വിത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന വേറൊരു ഭാഗത്തെ പറയുന്ന പേരാണ് പെരികാർപ്പ്. അതിൽ 3 ഭാഗങ്ങളുണ്ട്: എക്സോകാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്ന് പറയാം. അതിനകത്ത് നമ്മൾ മീസോകാർപ്പാണ് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ ആ ഓപ്ഷൻസ് 4 ഓപ്ഷൻസും ഓരോന്ന് എന്താന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്നവയിൽ ഏതാണ് കമ്മൻസാലിസത്തെ സൂചിപ്പിക്കുന്നത്? കമ്മൻസാലിസം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ആലോചിക്കുക. ഒരു എക്കോളജിക്കൽ ഇന്ററാക്ഷൻ ആണ് കമ്മൻസാലിസം. നമുക്ക് ഒരുപാട് എക്കോളജിക്കൽ ഇന്ററാക്ഷൻ ഉണ്ട്. അതിൽ കമ്മൻസാലിസം എന്തായിരുന്നു? ഒരാൾക്ക് നല്ല രീതിയിൽ ഗുണമുണ്ടാവും, മറ്റാൾക്ക് ഗുണവും ഉണ്ടാവില്ല, ദോഷവും ഉണ്ടാവില്ല. അയാളെ ഒരു തരത്തിൽ അത് ബാധിക്കുന്നില്ല. അതാണ് എന്ത്? കമ്മൻസാലിസം എന്ന് പറയുന്നത്. നോക്കിക്കേ, 2 സ്പീഷീകൾക്കും ദോഷകരമാണ്. ആ 2 സ്പീഷീസിനും ദോഷകരമായി വരുന്നത് ഏതാണെന്ന് ചിന്തിക്കുക. 2 സ്പീഷീസിനും ഗുണകരമാണ്. അത് നമുക്കറിയാതെ ഉറപ്പായിട്ടും എന്താണ്? മ്യൂച്വലിസം ആണ്. മ്യൂച്വലിസം ആണ്. പിന്നെ ഒരു സ്പീഷീസിന് ഗുണകരമാണ്, മറ്റതിന് അത് എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. അത് നമുക്കൊരു ഓപ്ഷനായി നമ്മളെ മുന്നിലുണ്ട്. ഒരു സ്പീഷീസിന് ഗുണകരമാണ്, മറ്റതിന് ദോഷകരമാണ്. ഒന്നിന് മാത്രം ഗുണം, മറ്റതിന് എന്താണ്? ദോഷം വരാം. നമുക്ക് പ്രിഡേഷൻ വരാം, കോമ്പറ്റീഷൻ വരാം. ഇതെല്ലാം നമുക്ക് വരുന്നൊരു ഭാഗമാണ് ഈ ഒരു ഓപ്ഷൻ എന്നും. പ്രിഡേഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ശരി ഉത്തരം നമുക്ക് ഇതിൽ തന്നെ വളരെ കൃത്യമായി കിട്ടും. ഒരു സ്പീഷീസിന് ഗുണകരമാണ്, മറ്റതിനെ ബാധിക്കുന്നേ ഇല്ലെങ്കിൽ അതാണ് എന്ത്? കമ്മൻസാലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് ഏതൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലസും മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റഡ് ആവുന്നുണ്ട്, അവർക്കത് ഉപകാരപ്രദമാവുന്നുണ്ട്. അതിനെ നമ്മൾ പ്ലസ് ചിഹ്നം കൊടുത്തിട്ടുള്ളത്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു തരത്തിൽ അത് ബാധിക്കുന്നില്ല, ഗുണമോ അല്ല, അവർക്ക് ദോഷമില്ല, ഒരു തരത്തിൽ അവരെ ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവയെ 0 ഡിനോട്ട് ചെയ്യുന്നു. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് നഷ്ടമാണ്, അവർക്ക് ഗുണമില്ല, അവർക്ക് നഷ്ടമാണ്.
അപ്പൊ നോക്കിക്കേ, മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും എന്താണ് ഗുണമാണ് കിട്ടുന്നത്. ഇനി കമ്മൻസാലിസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഗുണമുണ്ട്, ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. അതാണ് നമ്മുടെ ഓപ്ഷന് വന്നത്. പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാത്തതാണ് എന്ത് കമ്മൻസാലിസം എന്ന് പറയുന്നത്. പിന്നെ പാരസൈറ്റിസം നോക്കിക്കേ, ഒരാൾക്ക് ഗുണമുണ്ട്, ഒരാൾക്ക് ദോഷമാണ്. പ്രിഡേഷൻ, കമ്മൻസാലിസം ഇതെല്ലാം എന്തിലാണ് പാരസൈറ്റിസം ഒക്കെ വരുന്നത് ഏതാ? ഒരാൾക്ക് ഗുണമുണ്ടാവും, ഒരാൾക്ക് എന്തായിരിക്കും ദോഷമായിരിക്കും. ഇനി എമ്മൻസാലിസം നോക്കിക്കേ, ഒരാൾക്ക് ദോഷമാണ് പക്ഷെ ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഒരാൾക്ക് ദോഷമാണ്, ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഇവിടെ നോക്കിക്കേ, അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് മോൾഡ് ഇൻഹിബിറ്റിംഗ് ബാക്ടീരിയ. അതായത് ഈ ഒരു ബാക്ടീരിയ കാരണം ഈ മോൾഡിന് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു ഫംഗിക്ക് അവിടെ വളരാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ബാക്ടീരിയക്ക് ആ ഫംഗിയിലുണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുന്നില്ല. ആ ബാക്ടീരിയ ഉള്ളത് കൊണ്ട് ആർക്ക് വളരാൻ പറ്റില്ല? ആ ഒരു ഫംഗസിന് അവിടെ വളരാൻ പറ്റില്ല. ആ ഫംഗസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബാക്ടീരിയക്ക് അവിടെ എന്തില്ല, ഒരു ഗുണവും ദോഷവും വരുന്നില്ല. ഓക്കെ, നോക്കിക്കേ, അടുത്തതാണ് കോമ്പറ്റീഷൻ. രണ്ടു പേർക്കും അവിടെ എന്താണ് നഷ്ടമാണ്, ഒരാളെ ജീവൻ അവിടെ എന്തായാലും നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പ്രിഡേഷൻ നോക്കിക്കേ, ഒരാൾക്ക് ഗുണമാണ്, ഒരാൾക്ക് ദോഷമാണ്. ന്യൂട്രലിസം, രണ്ടു പേർക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വരാത്തതാണ്. പ്ലാന്റ്സ് ഇൻ എ ഫോറസ്റ്റ്, അതായത് ഒരു ഫോറസ്റ്റിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സ് ആ ഒരു വനത്തിലുള്ളതാണ്, വനത്തിനും ഒരു ദോഷമില്ല, അങ്ങനത്തെ ഒരു തരത്തിലുള്ള വ്യത്യാസം അവിടെ സംഭവിക്കുന്നില്ല. നോക്കിക്കേ, ഹെർബിവോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരാൾക്ക് ദോഷമാണ്, ഒരാൾക്ക് ഗുണമാണ് വരുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, പാരസൈറ്റോട്ടിസം എന്ന് പറഞ്ഞാലും ഒരാൾക്ക് ഗുണമാണ്, ഒരാൾക്ക് ദോഷമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എക്കോളജിക്കൽ ഇന്ററാക്ഷൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതനുസരിച്ച് വളരെ കൃത്യമായി പഠിച്ചു പോവുക. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് എക്കോളജിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിക്കുന്നത് ഹൃദയത്തിലെ ഏത് അറയാണ്? ഏത് അറയാണ് നല്ല രക്തം അടങ്ങിയ ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിക്കുന്നത്? അപ്പൊ ഇവിടെ രക്തം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെ ആലോചിക്കാം. നമ്മൾ സാധാരണ എങ്ങനെ ഹൃദയം വരയ്ക്കുക? ഒരു ലവ് വരയ്ക്കും അല്ലേ? അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലവ് വരയ്ക്കാം. ആ ലവിനെ നമ്മൾ 4 അറകളാക്കി മാറ്റി. റൈറ്റ് ഭാഗമാണ് ഇത് രണ്ടും, ഇത് ലെഫ്റ്റ് ഭാഗവുമാണ്. ഇത് ഏട്രിയമാണ്, ഇത് വെൻട്രിക്കിളാണ്, ഇത് ഏട്രിയമാണ്, ഇത് വെൻട്രിക്കിളാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഭാഗങ്ങളുള്ളത് അല്ലെ? നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. പിന്നെ നമുക്കറിയാം ഇവിടെ ഏത് ഭാഗമാണ് കൂടുതലായിട്ട് ഓക്സിജൻ ഇല്ലാത്ത രക്തം കൊണ്ടുവരുന്നത്? റൈറ്റ് ഭാഗമാണ് അല്ലെ? റൈറ്റ് ഭാഗമായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ഇല്ലാത്തത്. ഡീഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് കൊണ്ടുവരുന്നത് ഏത് ഭാഗമാണ്? റൈറ്റ് ഭാഗമാണ്. ഓക്സിജൻ ഉള്ള ബ്ലഡ് കൊണ്ടുവരുന്നത് ഏത് ഭാഗമാണ്? ലെഫ്റ്റ് ഭാഗത്തിലേക്കാണ് പൾമിനറി വെയിൻ എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ ഉള്ള ബ്ലഡിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ലെഫ്റ്റ് ഭാഗം എപ്പോഴും എന്തായിരിക്കും? ഓക്സിജൻ ഉള്ള ബ്ലഡിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ചോദ്യം എന്താ? വിച്ച് ചേംബർ ഓഫ് ദ ഹാർട്ട് റിസീവ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ലങ്സ് എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം റിസീവ് ചെയ്യുന്ന ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്കറിയാം റൈറ്റ് ഏട്രിയം അല്ല, റൈറ്റ് വെൻട്രിക്കിളും അല്ല, അത് ഉറപ്പാണ്. കാരണം അവർ രണ്ടാളും എന്താണ്? ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിനെ കൊണ്ടുപോകുള്ളൂ. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഏട്രിയത്തിൽ നിന്ന് മാത്രമേ വെൻട്രിക്കിളിലേക്ക് രക്തം പോവുള്ളൂ, അല്ലാണ്ട് വെൻട്രിക്കിളിൽ കയറി ഏട്രിയത്തിലേക്ക് പോവില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഉറപ്പിക്കാം എന്ത്? ലെഫ്റ്റ് ഏട്രിയം എന്നുള്ളതാണ് ഉത്തരം എന്ന് നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് അതിന്റെ പിക്ചർ ഒന്ന് കണ്ടാലോ. ഇതാണ് നമ്മുടെ ഹാർട്ടിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് റൈറ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കൽ, ഇടത് വെൻട്രിക്കൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നതാണ് വീനക്കാവകൾ. അവർ കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിനെയായിരിക്കും അവർ കൊണ്ടുവരുന്നുണ്ടാവുക. അത് ആര് സ്വീകരിക്കുന്നു? റൈറ്റ് ഏട്രിയം സ്വീകരിക്കുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു വാൾവ് ഉണ്ട്, അത് നമ്മൾ എന്താണ് വിളിച്ചത്? ട്രൈകസ്പിഡ് വാൾവ് എന്ന് വിളിച്ചു. ആ ട്രൈകസ്പിഡ് വാൾവ് തുറന്നത് നേരെ എങ്ങോട്ട് വരും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ ആരാണ് സ്വീകരിക്കുക? പൾമുനറി ആർട്ടറി വഴി അത് എവിടേക്ക് പോകുന്നു? ലങ്സിലോട്ട് പോകുന്നു. പ്രധാനമായും ആർട്ടറിയുടെ ഫംഗ്ഷൻ എന്താണ്? ലങ്സിൽ അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോവുക എന്നാണ് ആർട്ടറിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ അത് എന്താണ് ചെയ്യുന്നത്? ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ആർട്ടറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഉള്ള ബ്ലഡിനെ മാത്രമേ ആർട്ടറി കൊണ്ടുപോകാൻ പാടുള്ളൂ. പക്ഷെ പൾമുനറി ആർട്ടറിന്റെ പ്രത്യേകത എന്താണ്? അവർ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ്, ഡീഓക്സിജനൽ ബ്ലഡിനെ കൊണ്ടുപോകുന്ന ഒരേ ഒരു ആർട്ടറിയാണ് എന്ത്? പൾമുനറി ആർട്ടറി. അത് തുടങ്ങുന്നത് എവിടുന്നാ? ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമുനറി ആർട്ടറി വഴി എങ്ങോട്ട് പോകുന്നു?
ലങ്സിലോട്ട് പോകുന്നു. ലങ്സിൽ നിന്ന് ആ ഒരു രക്തത്തിന് എന്ത് കൊടുക്കുന്നു? ഓക്സിജന്റെ അളവ് കൊടുക്കുന്നു. അങ്ങനെ ആ രക്തത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? പൾമനറി വെയിനുകളാണ്. വെയിനുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത രക്തത്തെ കൊണ്ടുപോകുന്നതാണ് ആരെ പണി? ശരിക്കും വെയിനുകളുടെ പണി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പൾമിനറി വെയിനും എന്താണ്? ഒരു എക്സെപ്ഷൻ ആണ്. ആ ലങ്സിൽ നിന്ന് ഓക്സിജൻ ഉള്ള ബ്ലഡിനെ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വെയിൻ ആണ്. നമ്മളത് ലങ്സ് എന്ന് വരുന്നത് കൊണ്ട് നമ്മൾ അവനെ എന്ത് വിളിക്കുന്നു? പൾമിനറി വെയിൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ലങ്സിൽ നിന്ന് പൾമിനറി വെയിന് വഴി നേരെ അത് എവിടെയാണ് കയറുക? ലെഫ്റ്റ് ഏട്രിയത്തിൽ കയറുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബൈകസ്പിഡ് വാൾവ് തുറക്കുന്നു, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കയറുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി അത് എന്ത് ചെയ്യുന്നു? ഏറ്റവും വലിയ രക്തധമനിയാണ് അല്ലെങ്കിൽ ആർട്ടറിയാണ് എന്ത്? അയോട്ട. അതുവഴി നേരെ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ എല്ലാ ഭാഗത്തേക്കും പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ പഠിച്ചു. ഹാർട്ടിന്റെ അറകൾ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്, ഏത് ഭാഗമാണ് രക്തം, ഓക്സിജൻ ഉള്ള രക്തം കൊണ്ടുപോകുന്നത്, ഏത് ഭാഗമാണ് ഓക്സിജൻ ഇല്ലാത്ത രക്തം കൊണ്ടുപോകുന്നത് നമ്മൾ നോക്കി. ആർട്ടറി വെയിനിന്റെയും വ്യത്യാസം എന്താ, അവരെ ധർമ്മം എന്താണെന്ന് നമ്മൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോശങ്ങളിലെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, സജീവ ഗതാഗതം, ഊർജം നൽകുന്ന തന്മാത്ര ഏത്? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, നോർമൽ, സിമ്പിൾ ഡിഫ്യൂഷൻ, ഇങ്ങനെ 4 തരത്തിലുള്ള ട്രാൻസ്പോർട്ട് പാതകളാണ് നമുക്ക് പ്രധാനമായും നമ്മുടെ തന്മാത്രകൾക്കുള്ളത്. ഇതിൽ എനർജി ഉപയോഗിക്കുന്നത് ഒരേ ഒരു ട്രാൻസ്പോർട്ട് ആണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഏക ഒരു എനർജി സ്രോതസ്സാണ് ആര്? എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു മോളിക്യൂൾ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. ATP, DNA, ഗ്ലൂക്കോസ്, RNA. RNA വരില്ല, DNA വരില്ല. എന്തായാലും RNA DNA വരില്ല. കാരണം അത് എന്തല്ല? ഒരു ഊർജ്ജ സ്രോതസ് അല്ല. പിന്നെ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്രോതസ്സാണ്. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന സഞ്ചാരപാതയ്ക്ക് ഊർജം നൽകുന്ന തന്മാത്ര ഏതെന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം ഏതായിരിക്കും? ATP ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും എപ്പോഴും എന്താണ്? പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. അവർക്ക് എന്തിന്റെ ആവശ്യം വരുന്നില്ല? അവർക്ക് എനർജീന്റെ ആവശ്യമൊന്നും വേണ്ട. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ പ്രത്യേകത പറഞ്ഞാൽ അവർക്ക് എന്ത് വേണം? ATP വേണം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ എന്താ? ബാക്കി എല്ലാ സഞ്ചാരപാതയും നടക്കുന്നത് എങ്ങനെയാണ്? ഉയർന്ന സാന്ദ്രത, ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷൻ ഉള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്താ വ്യത്യാസം? ഇവിടെ കുറഞ്ഞ സാന്ദ്രതയുള്ള ഭാഗത്ത് നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്കാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? എനർജിയായി ATPയുടെ ആവശ്യമുണ്ട്. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യനും സംശയമൊന്നും ഇല്ലല്ലോ, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. തലച്ചോറിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴും തലച്ചോറിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ തലച്ചോറ് എന്ന് പറയുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാതെ എന്തായാലും പഠിച്ചിട്ട് പോവാ കേട്ടോ. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് താപനില, വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നത്? അപ്പൊ ഏതൊരു ഭാഗത്താണ് നമ്മുടെ ചൂട് അനുഭവപ്പെടുന്നത്, നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നത്, ദാഹം അനുഭവപ്പെടുന്നത്, ഇതൊക്കെ അനുഭവപ്പെടുന്നത് ഏത് ഭാഗത്തിന്റെ ഫംഗ്ഷൻ കൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ നമ്മൾ പറഞ്ഞു പ്രധാനമായും തലച്ചോറിനുള്ളത് എത്ര ഭാഗങ്ങളാണ്? 5 ഭാഗങ്ങളാണ്. ഏതൊക്കെയായിരുന്നു? സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, തലാമസും മെഡുലോ ഒബ്ലാങ്കട്ട്. ഇങ്ങനെ 5 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. ആ സെറിബ്രം എന്ന് പറയുന്ന ഭാഗം തന്നെയാണ് നമ്മുടെ എല്ലാ മെമ്മറിയും, നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഭാഗം ആരാണ്? സെറിബ്രമാണ്. അപ്പൊ വളരെ കൃത്യമായി നമുക്കറിയാം ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? സെറിബ്രം ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി നമ്മുടെ ബാലൻസിനെയൊക്കെ ആശ്രയിക്കുന്ന, നമ്മുടെ ബാലൻസിനെയൊക്കെ നമ്മൾ നോക്കുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സെറിബെല്ലം എന്നായിരുന്നു പറഞ്ഞത്. ഇത് വളരെ എളുപ്പമാണ്. വിശപ്പും ദാഹവും വെക്കാൻ ചോദിച്ചിട്ടുള്ളത് ഓർമ്മയെല്ലാം വരുന്നൊരു ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. നോക്കിക്കേ, നമുക്കിതാണ് നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഭാഗം മൊത്തം എന്താണ്? നമ്മുടെ സെറിബ്രമാണ്. താഴെ കാണുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? സെറിബെല്ലം എന്ന് പറയുന്നത്. ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്ക് മെഡുലോ ഒബ്ലാങ്കട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സെറിബ്രം എന്ന ഭാഗത്ത് നമ്മൾ ഒരുപാട് കഷ്ണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓസിപിറ്റൽ ലോബ്, പാരിയേറ്റൽ ലോബ്, ഫ്രണ്ടൽ ലോബ് ആൻഡ് ടെമ്പറൽ ലോബ്, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് മെമ്മറി, അതായത് ടെമ്പോറൽ ലോബ്. ഈ ഒരു ഭാഗമാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്? ഈ താഴെയുള്ള ഈ ഒരു ഭാഗമാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്? ഓർമ്മ. നോക്കിക്കേ, ഹാൻഡിൽസ് ഹിയറിംഗ്, മെമ്മറി ആൻഡ് പ്രോസസിംഗ് ഓഫ് ഓഡിറ്ററി ഇൻഫർമേഷൻ. നമ്മുടെ ഓർമ്മയും നമ്മുടെ ഹിയറിംഗ്, നമ്മുടെ കാഴ്ചയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് എന്ത്? നമ്മുടെ ടെമ്പോറൽ ലോബ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കിക്കേ, നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന സെയിം ചോദ്യമാണ്.
നവംബർ 2024 കേട്ടറ്റ് കാറ്റഗറി 2 സയൻസിൽ ബയോളജി ഭാഗത്തുനിന്ന് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ് ജൂണിൽ ചോദിച്ചിരിക്കുന്ന 2025 ജൂണിലെ കാറ്റഗറി 2 പേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പൊ റിപ്പീറ്റേഷൻസ് ഉണ്ടെന്ന് ക്ലിയർ ആണല്ലോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അവിടുത്തെ ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതേ വീഡിയോയിലും ഇതേ ക്വസ്റ്റ്യൻ തന്നെ കാണപ്പെടുന്നുണ്ട്. എന്താണ് നമ്മുടെ രക്തത്തിന്റെ pH എന്ന് പറയുന്നത്? മനുഷ്യ രക്തത്തിന്റെ സാധാരണ pH. നമ്മൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരം മനസ്സിലാവും. എല്ലാവരും ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും നമ്മൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, എല്ലാവരും ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക. കാരണം കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ പറഞ്ഞതാണ് എന്താണ് മനുഷ്യന്റെ രക്തത്തിന്റെ pH എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റേഷൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആരും തെറ്റിക്കരുത്, എല്ലാവരും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ഓക്കെ, നോക്കിക്കേ ഏതൊക്കെ 7.35 മുതൽ 7.45 വരെ, 6.8 മുതൽ 7.2 വരെ, 7.5 മുതൽ 8 വരെ, 6.5 മുതൽ 7 വരെ. ഏതാണെന്നുള്ളത് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിൻ്റെ ഒരു ക്ലൂ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെയിം വീഡിയോയിൽ കൊടുത്ത സെയിം ക്ലൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലൂ അനുസരിച്ചിട്ട് ഏതാണ് നോർമൽ ബ്ലഡ് pH റേഞ്ച് എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓരോ പേശി നാരുകൾക്കും ചുറ്റുമുള്ള ബന്ധിത കല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ദ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട് ഈച്ച് മസിൽ ഫൈബർ. ഓരോ മസിൽ ഫൈബറിനെയും ചുറ്റിയിട്ടുള്ള ഒരു ബണ്ടിൽ ടിഷ്യൂവിന് വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, എപ്പിമെസിയം, എൻഡോമൈസിയം, പെരിമൈസിയം, സാർക്കോമിയർ. ഇങ്ങനെ 4 ടേംസ് ആണുള്ളത്. ഈ 4 ടേം കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇത് 4ഉം എന്തുമായി ബന്ധപ്പെട്ടതാണ്? പേശികലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷനായി ഇതിൽ ഏതാണ് വരിക എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഓരോന്നും എന്താന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഓരോന്നിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എൻഡോമെസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ദാറ്റ് ഇസ് അറൌണ്ട് 1 മസിൽ സെൽ. ഒരു പേശി കോശത്തിന്റെ ചുറ്റിലും കാണപ്പെടുന്നവയെ വിളിക്കുന്ന പേരാണ് എന്ത്? എൻഡോമൈസിയം എന്ന് പറയുന്നത്. ഒരു ബണ്ടിൽ ഓഫ് ടിഷ്യൂ, ഒരു ടിഷ്യൂ ബണ്ടിൽ ഓഫ് എ മസിൽ ഫൈബർ. മസിൽ ഫൈബർ ഒരു ബണ്ടിലെ മൊത്തമായി കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത്? പെരിമൈസിയം എന്ന് പറയുന്നത്. എപ്പിമൈസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ ദാറ്റ് സറൗണ്ട് ദി എൻറ്റയർ മസിൽ ബെല്ലി. ഈ മൊത്തമായിട്ടുള്ള മസിലിനെ കവർ ചെയ്യുന്നതാണ് എന്ത്? എപ്പിമൈസിയം. ഒരൊറ്റ ടിഷ്യൂ ബണ്ടിലിനെ കവർ ചെയ്യുന്നതാണ് എന്ത്? പെരിമൈസിയം എന്ന് പറയുന്നത്. ഒരൊറ്റ മസിൽ കോശം, ഒരൊറ്റ പേശി കോശത്തെ കവർ ചെയ്യുന്നതാണ് എന്ത്? എൻഡോമൈസിയം എന്ന് പറയുന്നത്. സാക്രോമിയർ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് 3ലും ഏതാന്നാണ് നമ്മളെ കൺഫ്യൂഷൻ. അപ്പൊ ഇത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലായി. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ദ കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട് ഈച്ച് മസിൽ ഫൈബർ. ഓരോ മസിൽ ഫൈബറിനെയും സറൗണ്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ മസിൽ ഫൈബർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കിക്കേ, ടിഷ്യൂ ദാറ്റ് സറൗണ്ട് 1 മസിൽ സെൽ, ടിഷ്യൂ ബണ്ടിൽ ഓഫ് മസിൽ ഫൈബർ. അപ്പൊ ഏതാണ് ഇവിടെ വരിക? നമുക്ക് എൻഡോമൈസിയം എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. നമുക്ക് മസിൽ ഫൈബർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണേ. ഓരോ പേശി നാരുകൾക്കും ചുറ്റുമുള്ള ബന്ധിത കല ഏതാണ്? ദാറ്റ് ടിഷ്യൂ ദാറ്റ് കവേഴ്സ് ഈച്ച് മസിൽ ഫൈബർ എന്നാണ്. മസിൽ ഫൈബർ എന്ന് പറഞ്ഞാൽ ഓരോ കോശത്തെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ടിഷ്യൂ ബണ്ടിൽ ഓഫ് എ മസിൽ ഫൈബർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 2 ഉത്തരമാണ് നമുക്ക് വരുന്നത്. എന്ത്? നോക്കിക്കേ. ഓക്കെ, ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഏതൊക്കെയാ നോക്കിക്കേ. എൻഡോമൈസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ അറൌണ്ട് 1 മസിൽ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോമൈസിയം എന്ന്. അതായത് ഒരൊറ്റ മസിൽ സെല്ലിനെ മാത്രം കവർ ചെയ്യുന്നത്. ഒരു മസിൽ ബണ്ടിൽ മൊത്തമായി കവർ, മസിൽ ഫൈബറിന്റെ ഒരു ടിഷ്യൂ ബണ്ടിൽ മൊത്തമായി കവർ നമ്മൾ എന്ത് പറയും? പെരിമൈസിയം എന്ന് പറയും. എപ്പിമൈസിയം എന്ന് പറഞ്ഞാൽ എന്താ? ടിഷ്യൂ അറൌണ്ട് ആൻ എൻറ്റയർ മസിൽ ബെല്ലി. അതായത് മൊത്തമായ മസിലിനെ കവർ ചെയ്യുന്നതാണ് എന്ത്? എപ്പിമൈസിയം എന്ന് പറയുന്നത്. പെരിമൈസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ടിഷ്യൂ മസിൽ ഫൈബറിനെ കവർ ചെയ്യുന്നതാണ്, ഒരൊറ്റ മസിൽ സെല്ലിനെ കവർ ചെയ്യുന്നതാണ് എന്ത്? എപ്പിമൈസിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരിയുത്തരം എന്തായിരിക്കും? ഇവിടെ ശരിയുത്തരം വരുന്നതാണ് എന്ത്? പെരിമൈസിയം. മസിൽ ഫൈബർ എന്ന് പറയുന്നതാണ് പെരിമൈസിയം എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ഇതാണ് നമ്മുടെ സാക്രോമിയർ എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ മസിൽ ഉണ്ടെങ്കിൽ ഒരുപാട് മസിൽ ഫൈബേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഫാസിക്കിൾസ് എന്ന് പറയും. ഓരോ മസിൽ ഫൈബേഴ്സിനുള്ളിൽ ഒരുപാട് മയോ ഫൈബ്രൽസ് ഉണ്ടാവും. ആ മയോ ഫൈബ്രൽസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് ബാൻഡുകളായിട്ട്, ലൈറ്റ് കളറും ഡാർക്ക് കളർ ബാൻഡുകൾ. ആക്ടിനും മയോസിനുകളൊക്കെ ഇല്ലേ? ഈ ആക്ടിനും മയോസിൻ എന്നൊക്കെ പറയുന്നത് സാക്രോമിയറിന്റെ ഡിവിഷൻസിനെ നമ്മൾ ആക്ടിൻ ആൻഡ് മയോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ ഫിലമെന്റ്സ് ഓഫ് മസിലിനെ നമ്മൾ എന്ത് പറയുന്നത്? സാക്രോമിയറുകൾ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കവറിംഗ് ആണ് എപ്പിമൈസിയം, പെരിമൈസിയം എന്നൊക്കെ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് നോക്കിക്കേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ബയോളജി ചോദിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, the type of drug used to reduce
അബ്നോർമൽ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു ടെമ്പറേച്ചർ വ്യത്യാസം. നമുക്കറിയാം നോർമൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചർ നിന്ന് മാറി ഒരു 100 ഡിഗ്രി ഒക്കെ വരെ ആണെങ്കിൽ നമുക്കത് നോർമൽ ആണെന്ന് പറയും. ഒരു 101 ആയാൽ അത് ഡേഞ്ചറാണ്. അതുപോലെ വളരെ കൂടുതലായി ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ എന്ത് മരുന്ന് കൊടുത്താൽ നമ്മൾ അതിനെ ശാന്തമാക്കുക എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, ആന്റാസിഡുകൾ, അനാൽജസ്റ്റിക്കുകൾ, ആന്റിബയോട്ടിക്കുകൾ, ആന്റിപൈററ്റിക്സ്. ഇത് നമുക്കൊരു സംശയം വരുന്ന ഒരു ഭാഗ്യമാണ്. നമുക്ക് നോക്കാം, അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ നോക്കാം. നോക്കിക്കേ, ഒന്നാമത്തതാണ് ആന്റാസിഡ് എന്ന് പറയുന്നത്. ഇത് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റൊമക്കിലുള്ള നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡിനെ കുറയ്ക്കുന്നു. അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആന്റാസിഡ്. ആസിഡിനെ കുറയ്ക്കുക, ആന്റാസിഡ്. പിന്നെ നോക്കിക്കേ, ആന്റിപൈററ്റിക്സ്. നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറയ്ക്കുന്നതാണ് എന്ത്? അതിന് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആന്റിപൈററ്റിക്സ് എന്ന് പറയുന്നത്. അനാൽജസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ കില്ലറുകളാണ് എന്ത്? അനാൽജസിക്സ് എന്ന് പറയുന്നത്. അത് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആന്റിബയോട്ടിക്. അപ്പൊ ഈ ചോദ്യം നോക്കി, ഇനി ഉത്തരം എഴുതാമല്ലോ നമുക്ക്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? എന്താണ് പനി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടത്? ഏതാണ്? ആന്റിപൈററ്റിക്സ് ആണ് നമ്മൾ പനി കുറയാൻ വേണ്ടി കഴിക്കേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ജൂൺ 2025 കാറ്റഗറി 2 ബയോളജി ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മളിവിടെ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ വളരെ കൃത്യമായി ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാത്രമല്ല കാണാപ്പാഠം പഠിക്കേണ്ടത്, ആ ഓരോ ഓപ്ഷനും നിങ്ങൾ പഠിക്കണം. ഓരോ ഓപ്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പുതിയൊരു കണ്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷൻസും നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ കാര്യമായി പഠിച്ചു തുടങ്ങുക, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും കേട്ടിട്ട് സ്വന്തമാക്കാൻ സാധിക്കട്ടെ. ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാൻ നമുക്ക് കാണാം. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്